ഞാൻ പോവാ. ഞാൻ നിക്കില്ല. ഞാൻ പോവാ. ഞാൻ പോവും. ഇവളെന്തിനാ വന്നേ? നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ കാര്യം? എന്നെ രക്ഷിക്ക്. ഏട്ടാ, എപ്പോ നോക്കിയാലും നിങ്ങൾക്ക് ഇത് തന്നെയാ പണി. അല്ലെങ്കിൽ ഈ ആണുങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാ. പകലാണോന്നും രാത്രിയാണോന്നും നോക്കില്ല. ബാത്റൂമും ബെഡ്റൂമും ഒരു സ്ഥലവും വിട്ടുവെക്കില്ല. എനിക്ക് നാണം വന്നിട്ട് വയ്യ. ബായ് ഏട്ടാ. താങ്ക് യു. ആവശ്യമുള്ളപ്പോ ഒരു ടവൽ കിട്ടില്ല. എന്റെ ടവൽ എവിടെ? ആരെങ്കിലും ടവൽ കൊണ്ടുപോവാ. എന്തിനായി ഭാഗത്ത് വന്നേ? എന്തിനായി ഭാഗത്തേക്ക് വന്നേ? ബാത്റൂം ബെഡ്റൂം ആക്കി മാറ്റിക്കോ. നോ ഒബ്ജെക്ഷൻ. പക്ഷേ ആ പ്ലേസില് ഞാൻ ഉണ്ടാവണം. അല്ലെങ്കിലുണ്ടല്ലോ. അല്ലെങ്കിൽ വലിക്കാൻ പോവാണോ? അല്ല, ഞാൻ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നിനക്കൊരിക്കലും വേദനിക്കാൻ പാടില്ല. സന്തോഷം ഉണ്ടാവണം. മുടി പറിച്ചെടുത്ത സുഖം കിട്ടില്ല, സ്വർഗം കാണും. എന്നാലും കുഴപ്പമില്ല, സുഖമുണ്ടെന്ന് വേണം പറയാൻ. ലുങ്കി ഉടുക്കേണ്ട സ്ഥലത്ത് ദാവണി എന്തിനുണ്ടാവണം? കളർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ. ഓ, പാവാടയുടെ കളർ നല്ലതല്ലേ? ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും എടുത്തുടുക്കുവോ? ആ മരമോന്തയെ കൊള്ളാങ്കി അവളെയും കെട്ടുവോ നീ? പിഴുതു കളയും ഞാൻ. എന്തിന്? കണ്ണ്. എന്നാ ഓക്കെ. അതെന്താ നിനക്ക് കല്യാണം കഴിച്ച പോലെ അഹങ്കാരം? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ ഞാൻ. ഞാനോ നിന്നെയോ കല്യാണം കഴിക്കുന്നു? അല്ലാതെ പിന്നെ വെച്ചോണ്ടിരിക്കാന്ന് കരുതിയോ നീ? ചേച്ചേ, അതിന്റെ അർത്ഥം അതല്ല. ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. രാത്രി മുഴുവൻ എന്തിനാ സ്വപ്നത്തിൽ വരുന്നത്? ഞാനെപ്പോഴാ വന്നേ? എന്റെ ഉറക്കം എന്തിനാ നശിപ്പിക്കുന്നത്? ഞാൻ നശിപ്പിച്ചോ? എന്റെ മനസ്സിൽ നുഴഞ്ഞു കയറി എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? എന്ത്? അഴിഞ്ഞു പോയി എടുത്തുടുത്തോ. എന്റെ ദൈവമേ, എന്തിനാ ഇന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഇന്നു മാത്രമല്ല, ഇന്നു മുതൽ ഓരോ ദിവസവും ഇങ്ങനെയായിരിക്കും. മാനം പോയാൽ നിന്റെ പ്രാണൻ പോക്കും എന്റെ കൈകൊണ്ട്. നിനക്ക് എന്തൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. ഓക്കേ? ഇനി എവിടെയെങ്കിലും നിന്നെ അവളോടൊപ്പം ഞാൻ കണ്ടാലുണ്ടല്ലോ, ഇപ്പൊ ഒന്നേ തന്നിട്ടുള്ളൂ, പിന്നെ ഞാൻ പറയില്ല. എന്താ ചേട്ടാ അവിടെ? ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇല്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ എന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയല്ലോ. ഇല്ലല്ലോ, ഇവിടെ ഒരു ശബ്ദവും കേട്ടില്ലല്ലോ. ഈ റൂമിലാകെ സെന്റിന്റെ വാസനയുണ്ടല്ലോ. സെന്റ് അല്ല, ചാമ്പ്രാണി തിരിയാ. അപ്പുറത്തെ വീട്ടിൽ വരുന്നേ. അല്ല ചേട്ടാ, സെന്റിന്റെ വാസനയാ. അഞ്ജലി വന്നിട്ടുണ്ടോ? അഞ്ജലിയോ? അവള് വന്നില്ലല്ലോ. ചുമ്മാ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. അഞ്ജലി വന്നിട്ടുണ്ടോന്ന്. വന്നിരുന്നു. അവൾ ഉമ്മ തന്നോ? അതും തന്നു. ഇല്ല, തന്നില്ല. ചേട്ടാ, എനിക്ക് എല്ലാം മനസ്സിലായി. എല്ലാവോ? എന്താ ചേട്ടാ, രണ്ടുപേരും ഒരുമിച്ചാണോ പ്രണയിക്കുന്നേ? അതുകൊണ്ടാ എനിക്ക് ചെറുതായിട്ട് ഒരു ടെൻഷൻ ഉണ്ടെന്ന്. ടെൻഷൻ ഉണ്ടെന്നോ? എന്താ സത്യം പറ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ടെന്ന് തന്നെ കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കല്യാണം കഴിക്കും. രണ്ടുപേരോ? കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ.